ഹായ് ഹലോ വെൽക്കം ബാക്ക് മീനാക്ഷി മിനി വ്ളോഗ്സ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് നമ്മുടെ അമ്പലത്തിലെ ആന വന്നത്. നമ്മളെവിടെ പോവാണ്? താലോ അല്ലേ? യെസ് ഗൈസ്, ഇന്ന് നമ്മുടെ അമ്പലത്തിൽ ആന വരുന്ന ദിവസമാണ്. അതിനോടനുബന്ധിച്ച് നമ്മൾ താലം എടുക്കുന്നുണ്ട്. അതിന് റെഡിയാണ് ഞങ്ങൾ എല്ലാവരും പോകുന്നത്. ആന വന്ന് പോകുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ആന വന്ന് പോകല്ല കേട്ടോ. പെരുവാരത്തപ്പൻ തൻ്റെ മകളായ ബാലഭദ്രയെ ഉത്സവത്തിനോടനുബന്ധിച്ച് കാണാൻ വരുന്നതാണ് കേട്ടോ. ഈ കാണുന്നതാണ് കോട്ടുവള്ളി ബാലഭദ്ര ക്ഷേത്രം. ഇവിടുത്തെ ഉത്സവമാണ് മെയ് 3, 4, 5 തീയതികളിൽ. ഉത്സവത്തിനോട് മുന്നോടിയായി പെരുവാരത്തപ്പൻ എന്ന് പറയുന്നത് ഈ ബാലഭദ്രയുടെ അച്ഛനാണ്. അപ്പോൾ അച്ഛൻ ഉത്സവത്തിന് മുന്നോടിയായിട്ട് മകളെ കാണാൻ വന്നു പോകുന്നതാണ് ഐതിഹ്യം. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ അമ്പലത്തിൽ വന്നിട്ടുണ്ട്. അവിടെ കുറച്ച് അമ്മൂമ്മമാരും ചേച്ചിമാരും നാരായണീയ പാരായണം വായിക്കുന്നുണ്ടായിരുന്നു. തൊഴുത് കഴിഞ്ഞതിന് ശേഷം അവരുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് തരുമെന്ന് ചോദിച്ചു. അപ്പോൾ അതെല്ലാം നല്ല ഭംഗിയായിട്ട് എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വ്യൂ ആണ് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കാണാൻ പറ്റുന്നത്. തൊട്ടടുത്ത് തന്നെ കുളവുമുണ്ട്, വലിയ പറമ്പുമുണ്ട്. ഇനി നമ്മൾ പെരുവാരത്തപ്പനെ വരവേൽക്കാൻ പോവാണ്. അമ്പലത്തിൻ്റെ അവിടെ നിന്ന് 2 കിലോമീറ്റർ മാറിയാണ് താലം സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ അങ്ങടേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുവാണേ. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. കോട്ടുവള്ളി ഗവൺമെൻറ് സ്കൂളിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് നമ്മൾ താലം സ്റ്റാർട്ട് ചെയ്യുന്നത്. കുറേ നേരം കാത്തുന്നതിന് ശേഷമാണ് ആന എത്തിയത്. ആന നടന്ന് വരണ്ടേ. ആന എത്തിയതിന് ശേഷം നമ്മൾ താലത്തിലെ ചിരാതൊക്കെ കത്തിച്ചിട്ട് ഫുൾ സെറ്റായിട്ട് നിൽക്കുകയാണ് പെരുവാരത്തപ്പനെ വരവേൽക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണം കണ്ടപ്പോൾ ചേച്ചിമാരെല്ലാവരും എൻ്റെ ഫോട്ടോ എടുക്കൂ, എൻ്റെ വീഡിയോ എടുക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ചിരിച്ച് തരുന്നുണ്ടായിരുന്നു. കുറേ നേരം കാത്തുന്നതിന് ശേഷം പെരുവാരത്തപ്പനെ ശിരസിലേറ്റിട്ട് ആന വന്നിട്ടുണ്ടായിരുന്നു. ഏത് ആനയാണ്, ആനയുടെ പേരൊന്നും അറിയില്ല കേട്ടോ. അതുമല്ല ആനക്കാണെങ്കിൽ ഭയങ്കര സ്പീഡായിരുന്നു. പിന്നെ വരുന്ന വഴിയിൽ ഇതുപോലെ വീടുകളുടെ ഫ്രണ്ടിൽ വിളക്ക് കത്തിച്ച് വെച്ച് സ്വീകരണവും ഉണ്ടായിരുന്നു. ആൻഡ് ഫൈനലി പെരുവാരത്തപ്പൻ അമ്പലത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ആ ദൃശ്യങ്ങളാണ് നിങ്ങളീ കാണുന്നത്. പെരുവാരത്തപ്പനെ നമ്മൾ സന്തോഷപൂർവ്വം വരവേറ്റ് പെരുവാരത്തപ്പന് ഇരിക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് മണ്ഡപം ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ കൊണ്ടുവന്ന് ഇരുത്തുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. പിന്നെ ആനേനെ നമ്മൾ സൈഡിലായിട്ട് കെട്ടിയിട്ടുണ്ട്. ഓലയും പനയൊക്കെ കൊടുക്കുന്നുണ്ട് ആനക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. കിന്നരാണെങ്കിൽ ആനേനെ കണ്ടിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. കിന്നരാണെങ്കിൽ പിന്നെ ഫുൾ പൂഴിമണ്ണിൽ കളി തന്നെയായിരുന്നു. പിന്നെ ആരെങ്കിലെയൊക്കെ കളിക്കാൻ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഓരോ പുറകെ നടന്ന ആൾ കളിച്ചോളും. പിന്നെ പറയെടുപ്പും പെരുവാരത്തപ്പന് പ്രത്യേകം പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം കഞ്ഞി കുടിച്ചു എല്ലാവരും. ഇവിടെ വന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് ഇതുപോലെ കുഴിയിൽ കഞ്ഞി കുടിക്കൽ. ഇവിടെ ഈ പെരുവാരത്തപ്പൻ വരുന്ന ദിവസം നാട്ടുകാർക്ക് എല്ലാവർക്കും ഇതുപോലെ കുഴിയിൽ കഞ്ഞി കൊടുക്കലാണ് പതിവ്. പിന്നെ താഴെ ഇരിക്കാൻ പറ്റാത്തവർക്കും അങ്ങനെ വയസ്സായവർക്ക് എല്ലാവരും ഇതുപോലെ പ്ലേറ്റിൽ വാങ്ങിച്ച് എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതുപോലെ നിലത്തിരുന്ന് കുഴി കുത്തി അതിൽ ഇല ഇട്ടിട്ട് അതിൻ്റെ മേലെ കഞ്ഞിയും കറികളും ഒഴിച്ച് കഴിക്കുന്നത് ഒരു പ്രത്യേകതരം അനുഭവമായിരുന്നു. കഞ്ഞിയോടൊപ്പം ഉണ്ടായിരുന്നത് മത്തങ്ങയും പയറും എരിശ്ശേരി, പപ്പടം, അച്ചാറ്, കുമ്പളങ്ങ മാങ്ങയും തേങ്ങ അരച്ച് കറി വെച്ചത്. ഇത്രയും കറികളായിരുന്നു ഉണ്ടായിരുന്നത്. അതുമല്ല പ്ലാവില കുമ്പിള കുത്തിയ കയ്യിലും ഉണ്ടായിരുന്നു കോരി കുടിക്കാനായിട്ട്. കഞ്ഞിയെല്ലാം കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പയ്യനെ അമ്പലത്തിൽ നിന്ന് പോന്നു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.